ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ആലപ്പുഴയ്ക്കൊരു ട്രിപ്പ് അൺപ്ലാനഡും എന്നാൽ 2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തിട്ടും പോയ ഒരു ട്രിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ 3 ഫാമിലി ആയിട്ടാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ പുലർച്ചെ തന്നെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി ബ്ലോക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ഹോട്ടലിൽ എത്തി. ചെക്ക് ഇൻ ചെയ്തു. നല്ല ഹോട്ടലാണ്, ബാർ ഹോട്ടലാണ് നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ റൂംസും സർവീസും ഹോട്ടലും എല്ലാം അടിപൊളിയായിരുന്നു. റൂംസൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ്. അതുപോലെ റേറ്റും അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റാണ്. നമുക്ക് ബിസിനസ് അതുപോലത്തെ മീറ്റിങ്സിനൊക്കെ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഹോട്ടൽ ബൊണാൻസ എന്നാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര് വരുന്നത്. പിന്നെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് എല്ലാവരും കിടന്ന് ഉറങ്ങി. പിന്നെ ഒരു ഉച്ച നേരത്താണ് എണീറ്റത്. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് വന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒരു റൂമിൽ ഡിസ്കഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ പലർക്കും യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റൽ, പലർക്കും നാളത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, അങ്ങനെയുള്ള ഒരുപാട് ഡിസ്കഷൻസ്. പിന്നെ കുറേ ഗെയിമുകൾ കളിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആരും ക്ഷീണം കൊണ്ട് ആർക്കും ഗെയിമിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഡിസ്കഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുൾ ഡിസ്കഷനാണ് എല്ലാവരും. നാളെ എവിടേക്ക് പോകണം, ഗൂഗിൾ ചെയ്ത് നോക്കലും അങ്ങനെ ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് ഉണ്ടായിരുന്ന സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂള് വേണം. പൂള് നിർബന്ധമായിരുന്നു. പൂള് ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നൊരു നമുക്ക് കിട്ടിയിട്ടുള്ള റെഫറൻസ്. പൂള് വേണം എന്നായിരുന്നു. അതുകൊണ്ട് പൂളുള്ളത് തന്നെ എടുത്തു. കോമൺ പൂളാണ്, റൂഫ് ടോപ്പിലാണ് പൂള് വരുന്നത്. നല്ല കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് പൂളിൽ. അതുപോലെ തന്നെ പൂളിൽ അത്യാവശ്യം കിടന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുള്ളതും ഈ ഒരു കുഞ്ഞു പോർഷൻ മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ സ്ഥലങ്ങളൊക്കെ കണ്ട് കവർ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചെക്കൗട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ഓരോരുത്തർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൊത്തം 3 റൂമാണ് എടുത്തത്. അപ്പോൾ എല്ലാവരും കൂടെ റെഡി ആവുന്നതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ റെഡി ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാം, കാണാം എന്നുള്ള ഒരു സജഷൻസിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. അവിടെ ബൊഫെ ആയിരുന്നില്ല, റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം ഫുഡ് എന്ന് പറയാനായിട്ട് മസാല ദോശ, നെയ് റോസ്റ്റ്, ഇങ്ങനത്തെ 2-3 ഐറ്റംസ് മാത്രമേ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഫൈനലി നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ കൈനഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലൊക്കേഷൻ പറഞ്ഞു തന്നത് ആ ഹോട്ടലിലുള്ള ഒരു പയ്യൻ പറഞ്ഞു തന്നതാണ്. അവിടെ ടെർമിനലുണ്ട്, അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയ ആണ്, ബോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കൈനഗിരിക്കുള്ള യാത്രയിലാണ്. അത്യാവശ്യം നല്ല അടിപൊളി വ്യൂസാണ് പോണ വഴിയിൽ. ആലപ്പുഴയെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ അടിപൊളി വ്യൂ ആണ്. അവിടെ പാടം, അതുപോലെ തന്നെ പാടത്തിൻ്റെ നടുക്കൊക്കെ നല്ല നല്ല വീടുകൾ, റോഡ്, പിന്നെ സൈഡിലുള്ള കുറേ 2-3 ഷാപ്പുകളൊക്കെ കണ്ടു. പക്ഷെ അവിടെ നമ്മൾ നിർത്തിയില്ല. നമ്മുടെ മെയിൻ ലക്ഷ്യം ഉച്ചയ്ക്ക് ഷാപ്പിൽ കയറാം എന്നുള്ള ഒരു ഐഡിയയിലാണ് പോയത്. അങ്ങനെ ഫൈനലി നമ്മളൊരു ലൊക്കേഷനിലേക്ക് എത്തി. കൈനഗിരി എന്നാണ് പറഞ്ഞത്. ലൊക്കേഷനിലേക്ക് എത്തി. ഇവിടെ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓരോ വീടുകളിലും പേ പാർക്കിങ്ങിൻ്റെ ഒരു ഇത് കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഒരൊറ്റ എൻഡിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ അവിടെ ഡിസ്കഷൻ ചെയ്തു. നമുക്ക് ബോട്ടിങ്ങിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ടൈമും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇപ്പോൾ 1 ഹവറിലേക്ക് അവരൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഷൂട്ടിങ്ങൊക്കെ നടന്ന ലൊക്കേഷനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ 700 ആണ് ചാർജ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം, നിങ്ങൾ നോക്കൂ, അവിടേക്കൊക്കെ ഒന്ന് പോയി നോക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ടെർമിനലിൻ്റെ ആ ഒരു എൻഡിലേക്ക് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെ കായലാണ്, അപ്പുറം കായലാണ്. കുറേ ടൂറിസ്റ്റേഴ്സ് വന്നിട്ട് അന്ന് ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സ്പീഡ് ബോട്ട് എടുത്തിട്ടുണ്ട്, നോർമൽ ബോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് പോകുമ്പോൾ തന്നെ പറഞ്ഞത് സാധാ നോർമൽ ബോട്ട് എടുക്കാം, എന്നിട്ട് ഐലൻഡൊക്കെ വരാം, അങ്ങനെ ഷാപ്പിൽ കയറാം, ഭക്ഷണം കഴിക്കാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ നേരെ ഇതൊക്കെ മാറി. നമ്മൾ സ്പീഡ് ബോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു.
അതും അത്യാവശ്യം അഫോർഡബിൾ റേറ്റിനാണ്. ആൾ നല്ല ഫ്രണ്ട്ലി ആണ് പുള്ളിക്കാരൻ. അപ്പോൾ അവിടെ അത് നിർത്താൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കാരണം ബോട്ട് ബാലൻസ് ആയില്ല. അതുകൊണ്ട് വെയിറ്റുള്ള ആൾ ഫ്രണ്ടിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ തന്നെയാണ്, ആ പയ്യൻ തന്നെയാണ് നമുക്ക് റെസ്റ്റോറൻ്റ് അല്ല ഷാപ്പിലേക്ക് പറഞ്ഞത്. അവർ പറഞ്ഞു ഞാൻ ഷാപ്പിലേക്ക് ആക്കിത്തരാം, നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ വിളിച്ചാൽ മതി, വരാമെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല സർവീസ് തന്നെയായിരുന്നു കേട്ടോ ബോട്ടിൽ ആൾ തന്നത്. നമുക്ക് ഇനി കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ ഇനിയും ആലപ്പുഴ പോവുകയാണെങ്കിൽ പുള്ളീനെ തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ആറ്റുമുഖം എന്ന മറ്റുള്ള ഷോപ്പിലേക്കാണ് എത്തിയത്. ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ബോട്ടിൽ ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അവരുടെ കുറേ കുഞ്ഞി വീട് പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെയും കഴിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ചെറിയൊരു വീട് പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ നോക്കിയത്. പിന്നെ കറികളും ഫുഡുകളൊന്നും എണ്ണി തീരുന്നുണ്ടായിരുന്നു, അത്രയും കറികളും ഐറ്റംസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഷാപ്പിലെ കറി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിൽ വരിക നല്ല റെഡ് കളറുള്ള ഫിഷ് കറികൾ, പിന്നെ ഞണ്ട്, ചെമ്മീൻ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണല്ലോ. ഇത്രയധികം ഡിഷസ് ഞാൻ ഇപ്പോൾ പോയിട്ടാട്ടോ കണ്ടത്. അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കൂന്തൾ, പിന്നെ അതുപോലെ തന്നെ കാട, പിന്നെ കപ്പ, പിന്നെ അവർ തന്നെ ഒരു തട്ടുദോശ അങ്ങനെ എന്തോ സാധനം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മരച്ചീനിയും അങ്ങനെ ഒരു മിക്സ് ഫുഡ്, പിന്നെ ചെമ്മീൻ, പിന്നെ മധുരക്കിഴങ്ങ്, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ കള്ള് ഓർഡർ ചെയ്തിട്ട്, അതാണല്ലോ മെയിൻ. ഷാപ്പിലേക്ക് പോകണം തന്നെ നമ്മൾ കള്ള് കുടിക്കാനാണല്ലോ. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ അവർ പറഞ്ഞത് മാരാരി ബീച്ചിൽ നിന്ന് അവിടേക്ക് പൊക്കോളൂ, നല്ല സ്പോട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ പോയപ്പോൾ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ പോലെ തോന്നിയില്ല. ഇനി നമ്മൾ വന്ന ടൈമിൻ്റെ ആണോ എന്ന് അറിയില്ല. നമ്മൾ ഉച്ച നേരത്താണ് കേട്ടോ പോയത്, ടൈമിൻ്റെ ആണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ പ്ലാൻ മാറ്റി നേരെ നമ്മൾ ചെറായിക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ വീട് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറായിക്ക് പോയപ്പോൾ പിന്നെ എല്ലാവർക്കും ജങ്കാറിൽ കയറണം എന്നൊരാഗ്രഹം. അപ്പോൾ അങ്ങനെ നമ്മൾ ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിന്നപ്പോൾ വണ്ടി ലൈനിൽ നിൽക്കുകയാണ്, വൈപ്പിനിൽ ഫോട്ടോ വെച്ചിൽ ലൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ജങ്കാറ് വരുന്നു പോകുന്നു. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ജങ്കാറെത്തി. ഒരെണ്ണം അങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴേക്കും മറ്റൊരെണ്ണം ഇങ്ങോട്ടേക്ക് പതുക്കെയാണ് അത് വരുന്നത്. പക്ഷേ എന്തായാലും വലിയ വലിയ ബസ്സും കാര്യങ്ങളും വണ്ടികളും ഒക്കെ ആണ് അതിൽ ലോഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയും ജങ്കാറിലേക്ക് കയറ്റി. അപ്പോൾ അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. കടലിൽ കൂടെ കപ്പലല്ല ജങ്കാറിൻ്റെ മുകളിൽ ഉള്ളിൽ നമ്മളെ വണ്ടി വെച്ചിട്ട് മെല്ലെ പോവുക. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. പിന്നെ അങ്ങനെ നമ്മൾ ഫൈനലി ചെറായി ബീച്ച് എത്തി. അത്യാവശ്യം ടയേർഡായി എല്ലാവരും. അതുകൊണ്ട് പിന്നെ വലിയ കാഴ്ചകളൊന്നും കാണാൻ നിന്നില്ല. അങ്ങനെ 2-3 ബജ്ജിയൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ മെല്ലെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.